സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച ധവളപത്രത്തിന്റെ കരടിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ഭരണപരിഷ്കാര കമ്മീഷന്റെ ഘടന തീരുമാനിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഇരട്ട പദവി വിഷയവും ചീഫ് സെക്രട്ടറി പരിശോധിക്കും. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ജീവൻ കുമാർ ചേർന്നു. ജീവൻ, വിവരങ്ങൾ. മറിയ, ഭരണപരിഷ്കാര കമ്മീഷന്റെ ഘടന പരിശോധിക്കുന്നതിനും അതിന് ചെയർമാൻ സ്ഥാനത്തിന് ഇരട്ട പദവി അടക്കമുള്ള വിഷയങ്ങൾ നിയമസാധുതയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുമായി മന്ത്രിസഭാ യോഗം ഇന്ന് ചീഫ് സെക്രട്ടറി MS വിജയാനന്ദനെ ചുമതലപ്പെടുത്തി. സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി സംബന്ധിച്ചുള്ള ധവളപത്രത്തിൻ്റെ കരട് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. ധവളപത്രം കോടതി വിധിയെ തുടർന്ന് അടച്ചുപൂട്ടപ്പെട്ട 4 സ്കൂളുകൾ സർക്കാർ ഏറ്റെടുക്കും. മലാപ്പറമ്പ് AUP സ്കൂൾ, കോഴിക്കോട് AUPS, പാലോട്ട് സ്കൂൾ, ഒപ്പം തൃശ്ശൂർ വെള്ളൂരിലെയും സ്കൂൾ, മങ്ങാട്ടുപുറി, മലപ്പുറം എന്നീ സ്കൂളുകളും ഏറ്റെടുക്കാനായി തീരുമാനിച്ചു. ഒപ്പം അഡ്വക്കേറ്റ് G പ്രകാശിനെ സുപ്രീം കോടതിയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലായി തീരുമാനിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മലപ്പുറം പാലച്ചിറമേട് വാഹനാപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാനും പരിക്കേറ്റവർക്ക് 50,000 രൂപ ധനസഹായം നൽകാനും തീരുമാനിച്ചു. കരമന ദേശീയപാതയിൽ കുഴിയിൽ വീണ് മരിച്ച തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി പ്രകാശിൻ്റെ ഭാര്യയ്ക്ക് ജോലിയും 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും തീരുമാനിച്ചു. ചികിത്സയിൽ കഴിയുന്ന മുൻ MLA KC കുഞ്ഞിരാമൻ്റെ വെല്ലൂർ ആശുപത്രിയിലെ ചികിത്സാ ചെലവ് പരിപൂർണമായും സംസ്ഥാന സർക്കാർ വഹിക്കാനായി തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം മുണ്ടക്കയത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞുള്ള അപകടത്തിൽ മരിച്ച മാധ്യമപ്രവർത്തകൻ സനിൽ ഫിലിപ്പിൻ്റെ കുടുംബത്തിന് 2 ലക്ഷം രൂപ നൽകാനായും തീരുമാനിച്ചു. നെടുമങ്ങാട് സ്വദേശി രാജൻ്റെ മകൻ ലിനു രാജൻ്റെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് 5 ലക്ഷം രൂപ ധനസഹായം നൽകും. സേവന കാലാവധി അവസാനിക്കുന്ന സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനി, ബോർഡ്, കോർപ്പറേഷൻ എന്നിവയിലെ അനൌദ്യോഗിക അംഗങ്ങളുടെ സേവനം നിയമാനുസൃതമായി അവസാനിപ്പിക്കാനായി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഔദ്യോഗിക അംഗങ്ങൾ കാലാവധി തീരുന്നതുവരെ തുടരാനും ഇപ്പോൾ മന്ത്രിസഭാ യോഗം ഇന്ന് കൂടിയ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. മറിയ, ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ഇരുചക്ര വാഹനക്കാർ ഹെൽമറ്റ് ധരിക്കാതെ ഇനി മുതൽ പെട്രോൾ നൽകില്ലെന്ന് ഗതാഗത കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരി. ആദ്യഘട്ടമായി തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിൽ നടപ്പാക്കും. ഇത് സംബന്ധിച്ച് ഇന്ധന കമ്പനികൾക്കും പെട്രോൾ പമ്പുകൾക്കും നിർദ്ദേശം നൽകും. ഓഗസ്റ്റ് 1 മുതൽ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് കോർപ്പറേഷനുകളിലെ പെട്രോൾ പമ്പുകളിൽ നിന്നും ഇന്ധനം നിറയ്ക്കുന്നതിനെത്തുന്ന ഇരുചക്ര വാഹന ഡ്രൈവർമാർക്കാണ് ഹെൽമറ്റ് ധരിച്ചില്ലെങ്കിൽ ഇന്ധനം നൽകേണ്ട എന്ന ഉത്തരവ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ ഈ തീരുമാനം കർശനമായി നടപ്പാക്കും. ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ധരിക്കാത്തത് കാരണം കഴിഞ്ഞ വർഷം അപകട മരണങ്ങൾ ക്രമാതീതമായി കൂടിയതിനാലാണ് ഈ നടപടിയെടുക്കാൻ തീരുമാനിച്ചതെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ തച്ചങ്കരി വ്യക്തമാക്കി. ഇരുചക്ര വാഹനങ്ങൾ അവിടെ ഇന്ധനം നിറയ്ക്കാൻ വരുമ്പോൾ വാഹനത്തിലെ ഡ്രൈവർക്ക് ഹെൽമറ്റ് ഇല്ല എങ്കിൽ ഇന്ധനം നിഷേധിക്കുവാനുള്ള കൊടുക്കരുത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് അവർ അംഗീകരിക്കുകയും ചെയ്തു. തീരുമാനത്തിന്റെ ഭാഗമായി പമ്പുകളിൽ ക്യാമറകൾ സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട്. പെട്രോൾ നൽകാത്തതിന്റെ പേരിൽ പമ്പുകളിൽ പ്രശ്നമുണ്ടാക്കുന്നവർക്കെതിരെ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ചേർന്ന് നടപടി സ്വീകരിക്കും. കൂടാതെ പമ്പുകളിൽ ഹെൽമറ്റ് ധരിക്കാതെ വാഹനവുമായി എത്തുന്നവർക്ക് വലിയ തുക പിഴയായും ഈടാക്കാനും മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. അതേസമയം ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് അപ്രായോഗികമാണെങ്കിൽ അത് പുനഃപരിശോധിക്കുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. പ്രായോഗികതയുടെ പ്രയാസം ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് പരിഹരിക്കാമെന്നത് തുറന്ന മനസ്സോടെ ചിന്തിക്കാൻ ഗവൺമെന്റ് തയ്യാറാണ്. ആദ്യഘട്ടത്തിൽ 3 പ്രധാന നഗരങ്ങളിൽ നടപ്പാക്കുന്ന സംവിധാനം തുടർന്ന് സംസ്ഥാനത്ത് ഉടനീളം പ്രാബല്യത്തിലാക്കാനാണ് തീരുമാനം. ഇനി മുതൽ ഹെൽമറ്റ് ധരിക്കാതെ ഇത്തരത്തിൽ ഇരുചക്ര വാഹനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ പമ്പുകളിൽ നിന്ന് പെട്രോൾ ലഭിക്കുകയില്ല. ഉത്തരവ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കുകയാണ്. ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം സുനിൽ അരിമാനൂർ. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ 7ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. 23% വർധനവോടെയാണ് ശുപാർശയ്ക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത്. പെൻഷൻ 24% വർദ്ധിപ്പിച്ചു. 2016 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ശമ്പള വർധനവ് നടപ്പാക്കുക. ശമ്പള വർധനവ് നടപ്പാക്കിയതോടെ 1.02 ലക്ഷം കോടി രൂപയുടെ അധിക ബാധ്യതയാണ് സർക്കാർ ഖജനാവിന് ഉണ്ടാവുക. ജനുവരി 1 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ ജസ്റ്റിസ് മാത്തൂർ അധ്യക്ഷനായ ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം 3 ഇരട്ടി വർദ്ധിച്ചു. ശരാശരി 23.6% വർധനവ് വരുത്തിയാണ് ശമ്പളം പരിഷ്കരിച്ചത്. അടിസ്ഥാന ശമ്പളത്തിൽ 14.27% വർധനവുണ്ടാകും. മറ്റ് അലവൻസുകൾ കൂടി ചേർത്ത് 23.55% വർധനവാണ് ഉണ്ടാവുക. പെൻഷൻ തുകയിൽ 24% വർധനവാണ് ഉണ്ടാവുന്നത്.
ഗ്രാറ്റുവിറ്റി പരിധിയും ഉയർത്തി. ഇതോടെ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 7,000 രൂപയിൽ നിന്ന് 18,000 രൂപയായി ഉയരും. സൈന്യത്തിലെ ശിപ്പായിയുടെ ശമ്പളം 8,460 രൂപയിൽ നിന്ന് 21,700 രൂപയായി വർദ്ധിച്ചു. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ശമ്പളം 2.25 ലക്ഷമായി ഉയർന്നു. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പലിശരഹിത വാഹന വായ്പയും ആരോഗ്യ ഇൻഷുറൻസും ഉടൻ നടപ്പിലാക്കും. ഇതിനായി 70,000 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നതെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു. 48 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും 52 ലക്ഷം പെൻഷൻകാർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നതോടെ 1.02 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാർ ഖജനാവിനുണ്ടാവുന്നത്. നിശ്ചിത ധനക്കമ്മി 3.9% നിന്ന് വീണ്ടും ഉയരും. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ജിഷ വധക്കേസ് പ്രതി ആമിറുൽ ഇസ്ലാമിനെ കാഞ്ചീപുരത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നാളെ വൈകിട്ട് 4:30 കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ഇയാളെ കോടതിയിൽ ഹാജരാക്കും. അതേസമയം ജിഷയുടെ കൊലപാതക വിവരം സുഹൃത്ത് അനാറുള്ളിനോട് പറഞ്ഞിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി. അസമിലേക്കുള്ള യാത്രക്കിടെയാണ് അനാറുള്ളിനോട് പറഞ്ഞത്. അനാറുള്ളിനായി ക്രൈംബ്രാഞ്ച് SP-യുടെ നേതൃത്വത്തിലുള്ള സംഘം അസമിലെത്തി. ഇന്ന് പുലർച്ചെ 3:30 അതീവ രഹസ്യമായാണ് പോലീസ് അമീറുളുമായി കാഞ്ചീപുരത്തേക്ക് തിരിച്ചത്. 8 മണിയോടെ തമിഴ്നാട്ടിലെത്തിയ അന്വേഷണ സംഘം പ്രതിയെ കാഞ്ചീപുരത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം ആലുവയിലേക്ക് മടങ്ങും. ഇയാൾ പിടിയിലായത് കാഞ്ചീപുരത്ത് വെച്ചാണ്. ഇവിടെ ജോലി ചെയ്തിരുന്ന കൊറിയൻ കമ്പനിയിലും മറ്റും പ്രതിയെ കൊണ്ടുചെന്ന് തെളിവെടുപ്പ് നടത്തും. കൊലപാതക സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം ഉപേക്ഷിച്ചത് കാഞ്ചീപുരത്താണെന്ന് അമീറുൾ മൊഴി നൽകിയിരുന്നു. വസ്ത്രം ഉപേക്ഷിച്ച സ്ഥലത്തെത്തിയും തെളിവെടുക്കും. കാഞ്ചീപുരത്ത് വെച്ച് അമീറുളിനെ കണ്ടുവെന്ന് പറയുന്നവരുടെ അടുത്തേക്ക് ഇയാളെ കൊണ്ടുചെന്ന് തിരിച്ചറിയുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും. കാഞ്ചീപുരത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങുന്ന അന്വേഷണ സംഘം രാത്രിയോടെ ആലുവയിൽ തിരിച്ചെത്തും. ഇന്നലെ ഇയാളെ ജിഷ കൊല്ലപ്പെട്ട പെരുമ്പാവൂരിലെ വീട്ടിലും അമീറുളിന്റെ താമസ സ്ഥലത്തും കൊണ്ടുചെന്ന് തെളിവെടുത്തിരുന്നു. ചോദ്യം ചെയ്യലും തെളിവെടുപ്പും പൂർത്തിയായ സാഹചര്യത്തിൽ നാളെ വൈകുന്നേരം 4:30 മുൻപായി ഇയാളെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മങ്കടയിലെ സദാചാര കൊലക്കേസ് രാഷ്ട്രീയ പകപോക്കലാണെന്ന് നാട്ടുകാർ. CPIM പ്രവർത്തകനായ നസീറിനെ സ്ത്രീയെ ഉപയോഗിച്ച് ചതിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. സംഭവത്തിൽ പിടിയിലായവരെല്ലാം മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. കേസിൽ കസ്റ്റഡിയിലുള്ള 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അബ്ദുൾ ഗഫൂർ, അബ്ദുൾ നാസർ, ഷറഫുദ്ദീൻ, ഷഫീഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മങ്കട കൂട്ടിലിൽ കുടിവെള്ള വിതരണം ഉൾപ്പെടെ പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു മരിച്ച കുന്നശ്ശേരി നസീർ. മുസ്ലിം ലീഗ് പ്രവർത്തകരുമായി നേരത്തെയുണ്ടായിരുന്ന രാഷ്ട്രീയ പകയാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതിനായി സ്ത്രീയെ ഉപയോഗിച്ചു. സംഭവിച്ചത് വളരെ ആസൂത്രിതമായിട്ട് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം തീർക്കുന്നതിന്റെ ഭാഗമായി അസമയത്ത് വിളിച്ചു വരുത്തി സഹായത്തിന് വേണ്ടി ഒരു സ്ത്രീയെ ഉപയോഗപ്പെടുത്തി ആ സ്ത്രീയിലൂടെ സഹായത്തിന് വേണ്ടി വിളിച്ചു വരുത്തുകയായിരുന്നു. പക്ഷേ ഇരുട്ടിന്റെ മറവിൽ നേരത്തെ പറഞ്ഞ സദാചാര പോലീസിൽ കൃത്യമായിട്ട് അവരുടെ അജണ്ട നടപ്പാക്കി, പകപോക്കൽ നടപ്പാക്കി വളരെയധികം മതിര് കടന്നുപോയി എന്നുള്ളതാണ് ആർക്കും കയറി കണ്ടാൽ ബോധ്യപ്പെടുന്ന കാര്യം. മരണസമയത്ത് വെള്ളത്തിനായി യാചിച്ച നസീറിന് അതുപോലും അക്രമികൾ നിഷേധിച്ചു. പിന്നെ വെള്ളം സപ്ലൈ ചെയ്തിരുന്നതിൽ ഒരു പ്രധാന പൊതുപ്രവർത്തനം എന്നുള്ള നിലയ്ക്ക് ഒരു പ്രധാനിയായിരുന്നു ഈ മരണപ്പെട്ട നസീർ. അയാൾ ഈ അവസാന സമയത്ത് അല്പം വെള്ളം തരീന്ന് പറഞ്ഞപ്പോൾ വെള്ളം കൊടുക്കാൻ പോലും സമ്മതിക്കാത്ത ഒരവസ്ഥയിലാണ് അയാളെ ദാരുണമായി കൊല ചെയ്തത്. ഇതൊരു അജണ്ടന്റെ ഭാഗമാണ്. സംഭവത്തിൽ പിടിയിലായവരെല്ലാം ലീഗ് പ്രവർത്തകരാണ്. സദാചാര കൊലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ വൈരമുണ്ടോ എന്നുകൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കലാഭവൻ മണിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് നുണപരിശോധനയടക്കം ഏത് പരിശോധനയ്ക്കും തയ്യാറാണെന്ന് ജാഫർ ഇടുക്കി പീപ്പിൾ TVയോട് പറഞ്ഞു. അന്വേഷണ സംഘം ജാഫറിനെയും സാബുവിനെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കാൻ ആലോചിക്കുന്ന വേളയിലാണ് ജാഫറിന്റെ പ്രതികരണം. കലാഭവൻ മണിബായി എന്ന് പറയുന്ന എൻ്റെ ആത്മസുഹൃത്ത്, എല്ലാവരുടെയും സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഉദ്യോഗസ്ഥർ ഏത് അന്വേഷണ സംഘവും എന്തിന് വിധേയമാക്കി കഴിഞ്ഞാലും എല്ലാത്തിനും നമ്മൾ തയ്യാറാണ്. ഇത് സത്യം എന്താണെന്ന് തെളിഞ്ഞ് ഞങ്ങളെപ്പോലെയുള്ളവരുടെ കുടുംബം രക്ഷിക്കാനായിട്ട് എല്ലാവരും സഹകരിക്കണം. അതേ ഉള്ളൂ, അത്രേ പറയാനുള്ളൂ. അതിനു വേണ്ടിയിട്ട് എന്ത് അന്വേഷണം വന്നാലും ഏത് രീതിയിൽ കൂടെ വന്നു കഴിഞ്ഞാലും അത് അന്വേഷിക്കുമ്പോൾ കണ്ടുപിടിക്കണം. അപ്പം നമ്മളുടെ മനസ്സിനൊരു സമാധാനം ഉണ്ടോ? അതാണ് നമുക്ക് പറയാനുള്ളൂ. എന്തിനു സഹകരിക്കും. കർണാടക പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് റാഗിങ്ങിനിരയായ അശ്വതിയുടെ കുടുംബം. അശ്വതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണെന്നുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അന്വേഷണ സമിതി റിപ്പോർട്ട് വാസ്തവ വിരുദ്ധമാണെന്നും അശ്വതിയുടെ അമ്മാവൻ ചന്ദ്രൻ പീപ്പിൾ TVയോട് പറഞ്ഞു. ദളിത് വിദ്യാർത്ഥിനി അശ്വതിയെ ക്രൂരമായി റാഗ് ചെയ്ത സംഭവത്തിൽ കൽബുർഗി അൽഖമർ കോളേജിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള രാജീവ് ഗാന്ധി സർവകലാശാല അന്വേഷണ കമ്മീഷണർ റിപ്പോർട്ട് പൂർണ്ണമായും തെറ്റാണെന്ന് അശ്വതിയുടെ ബന്ധുക്കൾ പറഞ്ഞു.
ആത്മഹത്യക്ക് ശ്രമിക്കേണ്ട യാതൊരു സാഹചര്യവും അശ്വതിക്കില്ല. അശ്വതിയെ സീനിയർ വിദ്യാർത്ഥിനികൾ ക്രൂരമായി പീഡിപ്പിച്ചതാണ്. യൂണിവേഴ്സിറ്റി അധികൃതരുടെ നിലപാട് സംശയാസ്പദമാണെന്നും തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുകയാണെന്നും അശ്വതിയുടെ അമ്മാവൻ ചന്ദ്രൻ പീപ്പിളിനോട് പറഞ്ഞു. നമ്മൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു പോവില്ലേ എന്നുള്ളൊരു തോന്നലിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കുട്ടിക്ക് എത്ര ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ കുട്ടി ഈ രൂപത്തിൽ ഇപ്പോഴും ഒരു വെള്ളം പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പോഴും കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും ഞങ്ങളെ ഈ രൂപത്തിലുള്ള വേദനിപ്പിക്കുമെന്നാണ് നമുക്ക് സഹിക്കാൻ തീരെ കഴിയാത്തത്. കർണാടക പോലീസ് സംഘത്തിൻ്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല. ഉന്നതർ ഇടപെട്ട് കേസ് അട്ടിമറിക്കുമോ എന്ന് ആശങ്കയുണ്ടെന്നും ചന്ദ്രൻ പറഞ്ഞു. ഇനിയും അതിൻ്റേതായിട്ടുള്ള കുട്ടിയുടെ മൊഴിയുടെ അനുസരിച്ച് ഇപ്പോഴും ഒരു കുട്ടിയെ നമ്മൾ കിട്ടുന്നില്ല. ഇവരൊക്കെ ആദ്യം ഒന്ന് പിടിച്ചൊതുക്കണ്ടേ. കർണാടക പോലീസ് ഇവിടെ വന്ന് അതിൻ്റെ ഇപ്പോഴും ആ കുട്ടീനെ കിട്ടിയിട്ടില്ല എന്നുള്ള നമുക്ക് വിവരം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിലൊക്കെയാണ് എനിക്ക് ആശങ്കയുള്ളത് അതിൻ്റെ അന്വേഷണത്തിൽ. അശ്വതി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിട്ട് ആഴ്ചകളായെങ്കിലും ഇതുവരെയും കോളേജ് അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. PV കുട്ടൻ, കോഴിക്കോട്. വെള്ളാപ്പള്ളിക്കെതിരായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ മുഴുവൻ തെളിവുകളും കൈമാറുമെന്ന് ബിജു രമേശ്. വിജിലൻസ് സംഘം ബിജു രമേശിന്റെ മൊഴിയെടുത്തു. VS അച്യുതാനന്ദന്റെ പരാതിയിലാണ് അന്വേഷണം. വെള്ളാപ്പള്ളി നടേശനെതിരായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിലാണ് വിജിലൻസ് അന്വേഷണ സംഘം ബിജു രമേശിന്റെ മൊഴിയെടുത്തത്. ആവശ്യപ്പെടുന്ന തെളിവുകൾ നൽകാൻ തയ്യാറാണെന്ന് ബിജു രമേശ് അന്വേഷണ സംഘത്തെ അറിയിച്ചു. വിജിലൻസ് ഇൻസ്പെക്ടർ CS ഹരിയുടെ നേതൃത്വത്തിലായിരുന്നു മൊഴിയെടുപ്പ്. അവർക്ക് എന്തൊക്കെയാണ് ആവശ്യത്തിനനുസരിച്ച് ഇത് കൊടുക്കും. സോളിഡ് എവിഡൻസ് ഉള്ള കേസാണ്. സാധാരണ പറഞ്ഞ് തള്ളിപ്പോകുന്ന കേസല്ല. അതിൽ അവരുടെ ജില്ലാ ഓഫീസേഴ്സ് തന്നെ പല ഈ മൈക്രോ ഫൈനാൻസ് യൂണിറ്റുകൾ സന്ദർശിക്കുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോൾ അങ്ങനെ ഒരു യൂണിറ്റുകൾ തന്നെ ഇല്ല എന്ന് വളരെ വ്യക്തമാണ്. അയാൾ അത് എഴുതി റിപ്പോർട്ട് മാനേജിംഗ് ഡയറക്ടർ കൊടുത്തിട്ട് പോലും നടപടിയെടുത്തിട്ടില്ല. പ്രതിപക്ഷ നേതാവായിരിക്കെ VS അച്യുതാനന്ദൻ നൽകിയ പരാതിയിലാണ് അന്വേഷണം. ബിജു രമേശിനെ സാക്ഷിയാക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. 3% പലിശയ്ക്ക് പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് വായ്പയെടുത്ത പണം 15 മുതൽ 18% വരെ പലിശയ്ക്ക് മറിച്ചു നൽകിയെന്നാണ് കേസ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആഡംബര കാർ സർവീസ് ചെയ്യുന്നതിന്റെ പേരിൽ മുത്തൂറ്റ് ഗ്രൂപ്പ് തട്ടിപ്പ് നടത്തുന്നതായി ആരോപണം. ന്യൂയോർക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD MM പ്രസാദാണ് മുത്തൂറ്റിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കാർ വാങ്ങിയ കൊച്ചിയിലെ മുത്തൂറ്റ് മോട്ടോഴ്സ് ഷോറൂമിന് മുൻപിൽ MM പ്രസാദ് സൂചനാ നിരാഹാര സമരം നടത്തി. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 7-നാണ് ന്യൂയോർക്ക് ഗ്രൂപ്പ് MD MM പ്രസാദ് കൊച്ചിയിലെ മുത്തൂറ്റ് മോട്ടോഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും 65 ലക്ഷം രൂപ വില വരുന്ന ജാഗ്വാർ ലക്ഷറി മോഡൽ കാർ വാങ്ങിയത്. കാർ വാങ്ങി 1 മാസത്തിനകം തന്നെ പെയിന്റ് അടർന്നു പോകുന്നത് പരിഹരിക്കുന്നതിനായി ഷോറൂമിൽ കൊടുത്തു. പലതവണ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും വീണ്ടും തകരാറുകൾ സംഭവിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ 14 മാസമായി തുക തവണകളായി അടച്ചു വരുന്നുണ്ടെങ്കിലും കാർ ഇപ്പോഴും ഷോറൂമിൽ തന്നെയാണെന്നും ഈ കോർപ്പറേറ്റ് തട്ടിപ്പ് അവസാനിപ്പിക്കണമെന്നും ന്യൂയോർക്ക് ഗ്രൂപ്പ് MD MM പ്രസാദ് പറഞ്ഞു. അവർ ഷോറൂമിൽ വണ്ടി സെൻസർ ടൈപ്പാണ്, തുരുമ്പ് പിടിച്ച് ദ്രവിച്ച് കിടക്കുകയാണ്. ഇതുവരെ മുത്തൂറ്റിൻ്റെ അധികൃതരോ മാനേജ്മെൻറ്റോ ഒരു ഇൻഫർമേഷനോ ഒന്നും തന്നില്ല. തികഞ്ഞ ധാർഷ്ട്യം. ലക്ഷറി വാഹനങ്ങൾ വിൽക്കുമ്പോൾ നല്ല സർവീസും ഉറപ്പുവരുത്തണം. ചൈനയിൽ നിന്നും വ്യാജ ഉപകരണങ്ങൾ വാങ്ങി ഉയർന്ന വിലയ്ക്ക് സ്പെയർ പാർട്സ് വിൽക്കുന്നത് അവസാനിപ്പിക്കണമെന്നും MM പ്രസാദ് പറഞ്ഞു. വാഹനം വാങ്ങിയ ഷോറൂമിന് മുന്നിൽ സൂചനാ നിരാഹാര സമരം നടത്തിയ പ്രസാദ് പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല നിരാഹാരം കിടക്കുമെന്നും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കടകൾക്കും ഷോപ്പിംഗ് മാളുകൾക്കും 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകുന്ന മാതൃകാ നിയമത്തിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. നിയമപ്രകാരം ഇത്തരം സ്ഥാപനങ്ങൾക്ക് വർഷത്തിൽ 365 ദിവസവും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടാകും. ഇതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ. 10-ൽ കൂടുതൽ ജീവനക്കാരുള്ള കടകൾ, റെസ്റ്റോറന്റുകൾ, ഷോപ്പിംഗ് മാളുകൾ എന്നിവയാണ് നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. കടയുടമകൾക്ക് സൗകര്യം അനുസരിച്ച് സ്ഥാപനങ്ങൾ തുറക്കുകയും അടക്കുകയും ചെയ്യാം. സ്ഥാപനങ്ങൾക്ക് പ്രവർത്തന സമയപരിധി ഉണ്ടാകില്ല. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി വനിതാ ജീവനക്കാരെ രാത്രി ഷിഫ്റ്റുകളിൽ നിയോഗിക്കാം. കേന്ദ്ര തൊഴിൽ മന്ത്രാലയമാണ് നിയമം തയ്യാറാക്കിയത്. മാതൃകാ നിയമമായതിനാൽ ഇതിന് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമില്ല. സംസ്ഥാനങ്ങളാണ് ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. നിലവിൽ സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം സംബന്ധിച്ച് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ നിയമങ്ങളും ചട്ടങ്ങളുമാണുള്ളത്. കൂടുതൽ സമയം തുറന്നിരിക്കാൻ സ്ഥാപനങ്ങൾക്ക് അനുമതി ലഭിക്കുക വഴി തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി. തലാഖിന് ഭരണഘടനാ സാധുതയുണ്ടോ എന്ന് സുപ്രീം കോടതി. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോടും മുസ്ലിം വ്യക്തി നിയമ ബോർഡിനോടും വിശദീകരണം തേടി. മുസ്ലിം വനിതാ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ തലാഖിനെതിരെ നൽകിയ ഹർജികൾ പരിഗണിക്കവെയാണ് തലാഖിന്റെ നിയമസാധുതയിൽ സുപ്രീം കോടതി സുപ്രധാന നിരീക്ഷണങ്ങൾ നടത്തിയത്. 3 തവണ തലാഖ് ചൊല്ലിയുള്ള വിവാഹ മോചന രീതിയുടെ ഭരണഘടനാപരമായ സാധുതകൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂറിന്റെ ബെഞ്ച് വ്യക്തമാക്കി.
3 തവണ തലാക്ക് ചൊല്ലിയാൽ ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന ഇസ്ലാമിക നിയമരീതി മൗലികാവകാശ ലംഘനമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോടും മുസ്ലിം വ്യക്തി നിയമ ബോർഡിനോടും സുപ്രീം കോടതി വിശദീകരണം തേടി. ഇസ്ലാമിക നിയമം അനുസരിച്ച് 3 തവണ തലാക്ക് ചൊല്ലി പുരുഷനെ ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന രീതിയിൽ മാറ്റം വരുത്താനാകില്ലെന്നാണ് നിലവിൽ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ നിലപാട്. നേരത്തെ മുസ്ലിം വ്യക്തി നിയമത്തിലെ നിക്കാഹ് ഹലാല, ബഹുഭാര്യാത്വം എന്നിവയിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം തേടിയിരുന്നു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. മാധ്യമപ്രവർത്തകൻ സനിൽ ഫിലിപ്പ് അന്തരിച്ചു. 33 വയസ്സായിരുന്നു. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് വൈക്കത്തെ ഇൻഡോ അമേരിക്കൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സനിൽ ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് മരണത്തിന് കീഴടങ്ങിയത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം മൃതദേഹം രാവിലെ കോട്ടയം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വെച്ചു. രാഷ്ട്രീയ, സാംസ്കാരിക, മാധ്യമരംഗത്തെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് സ്വദേശമായ മുണ്ടക്കയത്തേക്ക് കൊണ്ടുപോയ മൃതദേഹം നാളെ ഉച്ചയ്ക്ക് 2-ന് പൈങ്ങന സെയിന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കും. കഴിഞ്ഞയാഴ്ച മുണ്ടക്കയത്തിനടുത്ത് വണ്ടൻപതാലിലുണ്ടായ വാഹനാപകടത്തിലാണ് സനലിന് ഗുരുതരമായി പരിക്കേറ്റത്. ന്യൂസ് 18 ചാനലിലെ കൊച്ചി ബ്യൂറോ സീനിയർ റിപ്പോർട്ടറായിരുന്നു സനിൽ.